ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കിച്ചണിലല്ല കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വണ്ടിയിലാണ്, ഫുഡ് ട്രക്കിലാണ്. നമുക്കൊരു ഫുഡ് ട്രക്ക് ഉണ്ട്. പിന്നെ ഞാനും ഏട്ടനും കൂടെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഒരു 3 വർഷത്തോളമായി നമ്മളിത് തുടങ്ങിയിട്ട്. പൊന്നാനി കർമ്മ റോട്ടിലാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. ഈവനിങ്ങിലാണ് കേട്ടോ കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ മൺഡേ ആൾക്ക് ലീവാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടി നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വണ്ടി പരിചയപ്പെടുത്തി തരാം. അതിൽ ഫുഡ് കുക്ക് ചെയ്യണ ഒരു വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടാളും കൂടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കർമ്മയിൽ. ഇപ്പോൾ ഏട്ടനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബിരിയാണിയാണ്, ബീഫ് ബിരിയാണി. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ട് ബീഫ് ബിരിയാണി കുക്ക് ചെയ്യണ വീഡിയോ ഇടാം. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ബീഫിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ട് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് റൈസ് ഉണ്ടാക്കാൻ നിൽക്കാം. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമും കിട്ടും. അപ്പോൾ ഒക്കെ കൂടെ ഒന്നും ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടോ? ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി. ഒരുപാട് എരിവ് വേണ്ട. നമ്മൾ പച്ചമുളക് കുറച്ചധികം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 1 ടീസ്പൂണ്. മല്ലിപ്പൊടി തന്നെ അത്രയും മതി. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഉള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗരം മസാല കുറച്ച് മതി കേട്ടോ. ഓക്കെ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ചതച്ചതാണ് കേട്ടോ. പേസ്റ്റ് ആക്കണ്ട, ചതച്ചത്. പിന്നെ ഒരു 1/2 കപ്പ് തൈര്, പാകത്തിന് ഉപ്പ്, ഒരു ലേശം നാരങ്ങനീര് വേണം കേട്ടോ. ഒരു ലേശം നാരങ്ങ നീര് 1 ടീസ്പൂൺ മതി. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. മസാല എല്ലായിടത്തും എത്തണ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ ഇല്ലേ നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി റൈസ് ഉണ്ടാക്കേണ്ട പരിപാടിക്ക് നോക്കാം. അപ്പോഴേക്കും ഇത് ഏകദേശം ആവും കേട്ടോ. കുരുമുളക് പൊടി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ ഓക്കെ, എരിവിനനുസരിച്ച്. ഇതും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. കുരുമുളക് ഇടാൻ മറന്നുപോയി. സാരിലിട്ടിട്ടുണ്ട് കേട്ടോ. ആരും വിഷമിക്കണ്ട, പൂച്ച തീരെ വിഷമിക്കണ്ട. വിഷമില്ല, ബിരിയാണി കഴിക്കാൻ പറ്റും. ഇതൊക്കെ ഇതിൽ നമുക്ക് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം. ഇനി റൈസ് ഉണ്ടാക്കാം. ചട്ടി വെച്ചു. ഉരുളി ഉള്ളൂ കേട്ടോ. നമ്മുടെ കയ്യിൽ ബിരിയാണി ചെമ്പ് ഇല്ല, പിന്നെ ഉള്ളത് വലുതാ. അപ്പോൾ അത് ഇതിലേക്ക് ചൂട്ടാവില്ല. ആകെ 1.5 കിലോ അരിയല്ലേ വെക്കണുള്ളൂ. അപ്പോൾ ഉരുളി വെച്ചിട്ട് ഒരു 2 വലിയ സ്പൂണ് നെയ്യ്. നെയ്യ് നമുക്ക് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. നമ്മളിവിടെ 2 വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ, ഏത് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എണ്ണയും നെയ്യും കൂടെ ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് സവാള ബ്രൗൺ കളറായിട്ട് വറുത്ത് കോരി എടുക്കണം. ഞാനിത് ഒരു 1.5 കിലോ അരിക്ക് ഒരു 7 സവാള എടുത്തിട്ടുണ്ട്, 7 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് ബ്രൗൺ കളറായിട്ട് വറുത്ത് കോരി മാറ്റിയെടുക്കണം. എണ്ണ ചൂടായി, ഇനി ഇട്ട് കൊടുക്കാം. മൊത്തം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ 2 ട്രിപ്പായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആക്കാൻ പറ്റും. ഞാനിത് എന്തായാലും ഒരുമിച്ച് ഇട്ട് കൊടുത്തു. ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വാടി വരല്ല, ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം.
ഞാൻ പറഞ്ഞോളൂ നമ്മൾ പൊന്നാനി കർമ്മയിലാണ് കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ അവിടെ. പൊന്നാനി കർമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പോയിട്ട് വീഡിയോ എടുക്കാം. അവിടുത്തെ ആൾക്കാരും അടിപൊളിയാണ്. ഭയങ്കര എന്താ പറയുക, സപ്പോർട്ടായിരുന്നു. നമ്മളൊരു ലേഡി ഇങ്ങനെ ഒരു വണ്ടിയിൽ കുക്ക് ചെയ്യുക, അതും നട്ടപ്പാതിരക്കൊക്കെ നമുക്ക് കുക്കിംഗ് കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. നമ്മുടെ ഫുഡ് കഴിയുന്നതിനനുസരിച്ച് നമുക്ക് അതിന് മാത്രമുള്ള വലിയ ക്വാണ്ടിറ്റി ഒന്നും കൊണ്ടുപോവില്ല. അവിടേക്ക് കൊണ്ടുപോകുന്ന ഫുഡ് തന്നെയാണ് നമ്മളും കഴിക്കാറ്, മക്കളും നമ്മളൊക്കെ കഴിക്കാറ്. അപ്പോൾ ഡെയിലി പർച്ചേസ് ചെയ്ത് വാങ്ങിക്കൊണ്ടു കുറച്ച് ക്വാണ്ടിറ്റിയിലേ കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കള്ളത്തരങ്ങളും വേറുള്ളതും ഐഡിയാസും അറിയാത്തത് കൊണ്ട് ഒരു ABCD അറിയാത്തതിലേക്ക് ഇറങ്ങി. എന്ന് വെച്ചാൽ കുക്കിംഗ് പാഷനായിട്ട് നമ്മൾ ചെയ്തതാണ്. അത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോവുകയുണ്ടായിരുന്നു. അപ്പോഴേക്കും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും നമുക്ക് യൂറിൻ പാസ് അങ്ങനെ ഒരു ബാത്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിവിടുന്ന് പോവുക, ഉച്ചയ്ക്ക് ഒരു 12 മണിക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് ഒരു മണിക്കൂറിൻ്റെ മേലെ റണ്ണിങ് ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. അവിടെ ചെന്ന് നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. ചിലപ്പോൾ ആ 12 മണി എന്നുള്ളത് ചിലപ്പോൾ ഇവിടുന്ന് പോകാൻ 2 മണി 3 മണിയൊക്കെ നമുക്ക് ഈ കുക്കിങ്ങിന് വേറെ പണിക്കൊന്നും ആളില്ലാത്തതുകൊണ്ട് ടൈം പിടിക്കും. അപ്പോൾ അവിടെ എത്തണ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള യൂറിൻ പാസിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കാണ്ട് അതും സോഡിയം കുറഞ്ഞ് അങ്ങനെയൊക്കെ കൂടെ വയ്യാണ്ടായി. നമ്മൾ വിചാരിക്കണ പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ പിന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി റെസ്റ്റ് കുറച്ച് നോക്കിയിട്ട് മതി, ഇനിയിപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പണി കിട്ടും, ഹെൽത്ത് അത്രയും ഓക്കെ അല്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത്. എന്തായാലും 2 കൊല്ലമൊക്കെ ചെയ്യാൻ പറ്റി. എനിക്ക് കഷ്ടിച്ച് 2 കൊല്ലമൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അങ്ങനെയും വലിയൊരു ആഗ്രഹത്തിൽ ഞങ്ങൾ തുടങ്ങിയൊരു സംഭവമാണ്. നമ്മളെന്തും ചെയ്യുമ്പോൾ നമുക്കത് വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതെന്തു കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷെ അതെല്ലാം വിജയിച്ചോളണമെന്ന് വലിയ നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ എന്തായാലും നമ്മൾ ഉള്ളതുകൊണ്ട് ഹാപ്പിയാണ്. അതിപ്പോൾ എന്ത് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു കയറ്റം ഇറക്കം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് കയറ്റം ഉണ്ടായില്ല. അങ്ങനെയല്ല കേട്ടോ, കയറ്റമൊക്കെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി കാര്യങ്ങളൊക്കെ വരുമല്ലോ. നമുക്കതൊക്കെ തരണം ചെയ്യാൻ നമ്മളെ കൊണ്ടാവും എന്നുള്ളൊരു കെൽപ്പുള്ള ആൾക്കാർക്കാണ് അത്ര ദൈവം ഒരുപാട് കൊടുക്കുക, പ്രതിസന്ധി കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടതകൾ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയണേക്കാം. അപ്പം നമുക്കതൊക്കെ മാനേജ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് ഉണ്ടെന്ന് ദൈവത്തിന് തോന്നിയോണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ തരിക. അപ്പം എന്തായാലും നമ്മൾ പറയാനും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് 2 മക്കളുണ്ട് സപ്പോർട്ടായിട്ട്, വീട്ടുകാരുണ്ട്, എൻ്റെ അമ്മ ഉണ്ട്, ഏട്ടൻ്റെ അനിയുണ്ട്. എന്ത് കാര്യം ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ എന്തായാലും കുഴപ്പമില്ല. അവരെൻ്റെ കൂടെ ഉള്ളോടം കാലം എനിക്കൊന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മളൊക്കെ ഒന്ന് വിജയിക്കുമെന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ഒന്നും ചെയ്യാണ്ട് അയ്യോ എനിക്കൊന്നുമില്ല എന്ന് പറയണേക്കാളും നല്ലത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അതിൽ വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കുക, നമ്മളെ കൊണ്ട് അടുത്തത് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കുക. അങ്ങനെ അടുത്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്കതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ദൈവം തരാണ്ടിരിക്കില്ല. അപ്പോൾ അതിന് പറഞ്ഞ് നീട്ടി വലിക്കണില്ല. നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് ബിരിയാണി കഴിക്കണം. നമുക്ക് ചേച്ചിയെ കാണാൻ പോകണം, ഷാജൻ്റെ ചേച്ചിയുടെ അടുത്ത് പോകണം, കുറേ പോയിട്ട് അപ്പോൾ അവിടെ പോകണം. അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയണ പോലെ തന്നെ എല്ലാ വീഡിയോയിലും ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കമൻറ്റിൽ പറയുക. നമുക്കത് നേരാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കത് നേരാക്കി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പിള്ളേർ അവർക്ക് സംസാരിക്കാൻ തിരുമാടിയുള്ള കൂട്ടത്തിലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അവർ റെഡി ആയിട്ട് മുന്നിലേക്ക് വരും, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരും. അതുവരെ നമുക്കിങ്ങനെയൊക്കെ പോവാം. നമ്മൾ ബീഫ് ബിരിയാണി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. മോളുവിൻ്റെ ചിക്കൻ ബിരിയാണിയും ഫിഷ് ബിരിയാണിയൊക്കെ സൂപ്പറാണ്. അപ്പം നമുക്കത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്. ഉള്ളി റെഡി ആയിട്ടോ. നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം. കറക്റ്റാ, അത്രയും എണ്ണ ആവശ്യമില്ല. ഇത് നമുക്ക് വേറെ ആവശ്യമുണ്ട്, ബീഫിലേക്ക് ആവശ്യമുണ്ട്. അപ്പം അത് കാരണം കുറച്ച് എണ്ണ മാറ്റി. ഇനി ഇതിൽ വേറെ നെയ്യോ ഡാൽഡയോ ഒന്നും ഇനി എക്സ്ട്രാ ഒന്നും ചേർക്കണില്ല. RKG സാധനങ്ങളൊന്നും ചേർക്കണില്ല. ഈ നെയ്യും എണ്ണയും മാത്രമേ ഉള്ളൂ. ഓവറായിട്ട് വേറെ ഒന്നും ചെയ്യണില്ല. ഇനി റൈസിലേക്കുള്ള പരിപാടി: 3 കഷ്ണം പട്ട, ഒരു 5-6 ഏലക്കായ, ഒരു 5-6 തന്നെ
ഗ്രാമ്പു, ഒരു ബേ ലീഫിൻ്റെ ഇല എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടട്ടെ. 1.5 പാത്രം കേട്ടോ. ഇതിന് ഒരു പാത്രമാണ് അരിയെങ്കിൽ 1.5 പാത്രം ഒഴിച്ചു കൊടുത്തു. ഒന്ന് തിളക്കട്ടെ. നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളി മൂപ്പിച്ചപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂപ്പിക്കാൻ മറന്നു. അപ്പം ഇനി ഇത് വേറൊരു ചട്ടിയിലെടുത്തിട്ട് നമുക്ക് ഇരട്ടിപ്പണിയാണ്. ഞാൻ മറന്നു, സംസാരിച്ചിട്ട് അത് വിട്ടുപോയി. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വലിയ സീനൊന്നുമില്ല. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് കഴുകി ഊറ്റിയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മറന്നു ഞാൻ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചു, അരി ഇട്ട് കൊടുക്കാം. ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അരി കഴുകി ഊറ്റി വെച്ചാണേ. ഇട്ട് കൊടുത്തു. ലേശം ചെറുനാരങ്ങ നീര്. എൻ്റെ കുരുങ്ങനെ ആക്കിയാൽ തന്നെ പോകും കേട്ടോ. ഓക്കെ, കണ്ട അവിടെ ഇതാ ചെറുനാരങ്ങ നീര്. അതിനകത്തേക്ക് ഒരു ലേശം നമ്മളെ മൂപ്പിച്ച് വെച്ചിരിക്കണേ ഉള്ളി സവാള അല്ലേ, അത് ഇത്തിരി മതി കേട്ടോ. പാകത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കാം. അപ്പോൾ അത് അതിൻ്റെ വഴിക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പും അതിന് സിമ്പിളാക്കിയതാ പൊന്ന. ഓക്കെ, അടച്ചു വെച്ചു. അതൊന്ന് ബ്രൗൺ കളർ ആവണ്ട. അപ്പോഴത്തേക്കും നമുക്ക് ഈ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ മുന്തിരി ഇങ്ങനെ ഡുണ്ടായിട്ട് വരും, കണ്ട ഡുണ്ടായി വരും. കണ്ട കുറച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് ആവുകയും ചെയ്യും. ഇതിങ്ങനെ ആവണ കാണാൻ നല്ല ഇഷ്ടം. ഓക്കെ, സെറ്റായല്ലോ. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് വറുത്ത് കോരി മാറ്റാം. അത്രേ ഉള്ളൂ. ഒക്കെ മനസ്സിലായിരിക്കണു. അയ്യോ എണ്ണ വേണ്ട കേട്ടോ. നമുക്കേ ബീഫ് ഇത്രയും നേരം മതി. ഇത്രയും നേരം നല്ല 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നമുക്ക് ടൈമില്ല, ഇരുട്ടാവണു, വീഡിയോയ്ക്ക് ക്ലിയർ ഉണ്ടാവില്ല. മൂപ്പിച്ച് വെച്ചിരിക്കണേ സവാള അല്ലേ, സവാള അല്ലെങ്കിൽ ഉള്ളി, ഈ സാധനം ഒരു 3/4 ഭാഗത്തോളം ഇതിനകത്തേക്ക് തട്ടിക്കൊടുക്കാം. അത് അതിനകത്തേക്ക് ഉണ്ട്, അത് മാറ്റി വയ്ക്കും. 3/4 ഭാഗം ഇതാ ഇത്ര മതി. അല്ലാത്തതൊക്കെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്താ ഇട്ട് കൊടുക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ മൂപ്പിച്ചില്ല എണ്ണ, എന്താ പറയുക, കാഷ്നട്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ആക്കിയ ആ നെയ്യും നമ്മൾ ഫസ്റ്റിൽ എണ്ണ മൂപ്പിച്ചതിൻ്റെ എണ്ണ തന്നെയാണ് കേട്ടോ. അത് ഇച്ചിരിയും കൂടെ ആക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഉള്ളിയും ആ എണ്ണയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ വെള്ളം ചേർക്കണ്ട കേട്ടോ. നമുക്ക് ഓൾറെഡി ആ വെള്ളം തന്നെ മതി. ഇനി നമുക്ക് അടച്ചേക്കാം. റൈസ് നമുക്ക് ചെറിയ സിമ്മിൽ ഇനി കിടന്നായാൽ മതി. ബീഫ് അപ്പോൾ അത് സിമ്മ് കുറവാണ്, തീ കുറവാണ്. അപ്പോൾ ഇതിലേക്ക് മാറ്റി വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തു. ബീഫ് വിസിൽ വന്ന് നമുക്ക് നോക്കാം. എത്ര വിസിൽ വന്നിട്ട് ഒരു 3-4 വിസിൽ വന്നിട്ട് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ വണ്ടിയിലുള്ളതാണ്, കച്ചവടത്തിനുള്ളതാണ്. ഞങ്ങൾ ഓരോന്നെടുത്തു. കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണിക്കരുതല്ലോ, എന്തെങ്കിലുമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. അപ്പോൾ ഇത് പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും റൈസ് സെറ്റാവും. ബീഫിന് പിന്നെ വിസിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ്. ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഉരുളിയിലേക്ക് മാറ്റി, ഉരുളിയിലുള്ള റൈസ് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്തു കേട്ടോ. നമുക്ക് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ ഇത്ര കുറച്ചുള്ളതുകൊണ്ട് ഇതിലല്ലേ നടക്കുള്ളൂ. പിന്നെ ഉള്ളത് വലുതാവുകയും ചെയ്തു. അപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റി, നമ്മുടെ ബീഫ് ഇങ്ങോട്ട് മാറ്റി, റൈസ് വേറെ പാത്രത്തേക്ക് മാറ്റി. ഇനി നമുക്കിതിൽ ഒരു 10 മിനിറ്റ് ദമ്മിട്ടിട്ട് നോക്കാം കേട്ടോ. ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. കുറച്ചൊരു ഗ്രേവിയിൽ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പാകത്തിലുള്ള ഗ്രേവി ഉണ്ട്. ഇത്തിരി മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. കുറേശ്ശെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കട്ട ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇരുട്ടായിട്ടോ, എനിക്ക് വീഡിയോ ക്ലിയർ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ധൃതിയിൽ ചെയ്യണേ. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇതിൽ ചെറിയ സിമ്മിലിട്ടിട്ട് അങ്ങനെ ദമ്മിട്ട് വയ്ക്കാം. അത്രേ ഉള്ളൂ.
ഇങ്ങനെ അമുക്കി വെക്കണ്ട, അങ്ങനെ അങ്ങനെ ഒന്ന് ഇങ്ങനെ കൊണ്ട് തട്ടിയിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ അങ്ങനെ പൊതുക്കി വെക്കരുത് കേട്ടോ. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള സവാള ഇതാ, ബാക്കി വരണ മല്ലിച്ചപ്പ്, പുതിന, ഇതും അണ്ടിപ്പരിപ്പ് മുന്തിരി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ, അണ്ടിപ്പരിപ്പ് മുന്തിരി. ലേശം കളറ് ഇത്തിരി വേണമെങ്കിൽ മതി കേട്ടോ. എനിക്കിതൊരു യെല്ലോ കളറ് ചില ഭാഗങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളൂ, തോനൊന്നും വേണ്ട. ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അതത്രേ ഉള്ളൂ. 10 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ കിടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ വെയിറ്റിന് വേണ്ടിയിട്ടേ കുക്കറിൽ ലേശം വെള്ളം നിറച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡിയായി. 10 മിനിറ്റ് ആയി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണി തുറന്ന് കഴിക്കണതൊന്നും കാണിക്കണില്ല. നമുക്കിത് ചേച്ചിക്ക് കൊണ്ടുപോകണം, എൻ്റെ വീട്ടിലേക്കും കൊടുക്കണം. മോനും വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. നമുക്കൊന്ന് ചേച്ചി കാണാൻ പോകണം. അതിനിടയിൽ ചേച്ചി ഒന്ന് വീണു എന്നൊക്കെ പറയണു. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പോകണമെന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു. ഫുഡ് കൊണ്ടൊക്കെ ഇനി അങ്ങോട്ടൊന്ന് പോകണം. ഈ ബിരിയാണിയുടെ അവസ്ഥ കാണിച്ചു തരാം. വേവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഇട്ട്. ഇനി കഴിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോയിൽ എനിക്ക് പറയാനേ പറ്റുള്ളൂ. ഇപ്പോൾ കാണിക്കാനുള്ള നേരമല്ല, ഒന്നാമത് ലേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഇനി ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പാക്കാക്കട്ടെ, കുളിക്കാൻ വേണം, എന്നിട്ട് പോകാനും നോക്കണം. നമ്മളെ വണ്ടി വരാൻ ടൈമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് പൂജിട്ടേക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ കേട്ടോ. സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫൊക്കെ അടിപൊളിയാ. നല്ല ബീഫൊക്കെ വന്നിട്ടുണ്ട്. ഇതാ കാണുന്നതല്ലോ. ഇനി പോയി വന്നിട്ട് വേണം നല്ലപോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, പോയിട്ട് കുറച്ചും കൂടി. വണ്ടി വന്നാൽ പിന്നെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതാണ് സോനു. എങ്ങനെയുണ്ട് സോന? നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി. ചേച്ചീൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ചേച്ചി അങ്ങനെ വീണ് കിടക്കൊണ്ട് പിന്നെ വ്ളോഗിൽ വരാമെന്ന് പറഞ്ഞു. ചേച്ചിയുടെ മോളും കുട്ടികളും മോനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു, ചായയൊക്കെ കുടിച്ച് ഒരു 10. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.